ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ AI എക്സാമിന് വേണ്ടി ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സാൻസ്ക്രിറ്റ് എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് AI. AIക്ക് വേണ്ടിയിട്ട് സ്റ്റഡി ലീവ് ഒന്നും ഇവർ തന്നിട്ടില്ല. കാരണം AI അത്യാവശ്യം ഒരു ദിവസം കൊണ്ട് അത് ഒരു ദിവസം പോലും വേണ്ട സത്യം പറഞ്ഞാൽ നന്നായിട്ട് റിവൈസ് ചെയ്യാനൊക്കെ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ, വലിയ കാര്യമായിട്ട് പഠിക്കാനില്ല. 9 ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ 10ലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം ഉണ്ട് പഠിക്കാനായിട്ട് AIയിൽ. ഞങ്ങളുടെ മാഡം ഗ്രൂപ്പിൽ സ്റ്റഡി മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എഴുതി പഠിക്കാനൊന്നും നിന്നില്ല. ജസ്റ്റ് അത് നോക്കിയിട്ട് അത് വായിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് മാഡം പഠിപ്പിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോവുകയാണ്. എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 9th പഠിപ്പിച്ചതിൻ്റെ ചെറിയൊരു പോർഷനൊക്കെ ഉണ്ട് ഇതിനകത്ത് വരുമ്പം. കണ്ടിന്യൂവേഷനൊക്കെ ഉണ്ട് AIയിൽ. അപ്പോൾ അത് തന്നെ അതെനിക്ക് 9th നല്ല കോൺസെപ്റ്റ് ക്ലിയർ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ 10th വന്നിട്ട് സഫർ ചെയ്യേണ്ടി വരാത്തത്. ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും അത് തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു 9th ഫുള്ള്. ഇപ്പോൾ 10th വന്നപ്പോഴേക്കും കൂടുതൽ പ്രശ്നമൊന്നുമില്ല. കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് AIക്ക്. ഞങ്ങൾക്ക് വന്നിട്ടുള്ള നോട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കത് നോക്കിയിട്ട് വലുതായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റഡി മെറ്റീരിയൽ അത്യാവശ്യം നല്ലതായിരുന്നു. അത് നോക്കിയാൽ എനിക്ക് അത്യാവശ്യം മനസ്സിലാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ MCQസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ വായിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അധികം പഠിക്കാനില്ല അതിനകത്ത്. സ്റ്റഡീസിനൊപ്പം തന്നെ യൂട്യൂബ് വീഡിയോസിനും ഞാനിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പഠിക്കുന്നതിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഇന്ന് 28-ാം തീയതി ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് 29-ാം തീയതി ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് അന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മിക്കപ്പോഴും എൻ്റെ ഈവനിങ് ടു നൈറ്റ് ആയിരിക്കും ഞാൻ പഠിക്കുന്ന ഒരു ടൈം. അപ്പോൾ പിറ്റേ ദിവസമായിരിക്കും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുക. അത് പിറ്റേ ദിവസം ആ ഒരു ഈവനിങ് ടൈമിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. റെഫറൻസ് ബുക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഏതായാലും റെഫറൻസ് ബുക്കും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്കൊരു ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷേ അതിലെനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് വാങ്ങിക്കണോ വേണ്ടയോ, വാങ്ങിച്ചാലും ശരിയാവുമോ? NCERT തന്നെ മതി എന്നാണ് ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരിക്കും. സാമ്പിൾ പേപ്പേഴ്സ് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കുറേ ഞാൻ വീഡിയോസ് കാണുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് അവരുടെ റിവ്യൂ കൂടെ ചോദിച്ചിട്ട് വേണം എനിക്ക് ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വാങ്ങിക്കാൻ ചാൻസ് ഒരു 50-50 നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ വാങ്ങിക്കും. അപ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ AI എക്സാം എഴുതി കഴിഞ്ഞ് വന്നിട്ടാണ്. അപ്പോൾ എൻ്റെ AI എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എൻ്റെ സാൻസ്ക്രിറ്റ് പേപ്പർ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയി. സയൻസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയെന്ന് പറയാം. സയൻസ് എൻ്റെ അത്രയ്ക്ക് മോശമായിരുന്നു. പക്ഷേ സാൻസ്ക്രിറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ലെന്ന് തോന്നി. അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് സ്വന്തമായിട്ട് തന്നെ അത്യാവശ്യം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ ബൈ ബൈ.